നമസ്കാരം. SIT അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഏതാണ്ട് എത്തിയിട്ടും എന്തുകൊണ്ട് കടകംപള്ളിയെ പൂട്ടുന്നില്ല? കടകംപള്ളി സുരേന്ദ്രന്റെ വിദേശ യാത്രയടക്കം പലതും ചർച്ചാ വിഷയമായിട്ടും അതേക്കുറിച്ച് അന്വേഷിക്കും എന്ന് പറയുന്നതല്ലാതെ SIT എന്തുകൊണ്ട് ഇതൊന്നും അന്വേഷിക്കുന്നില്ല? ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതേക്കുറിച്ച് നമ്മൾ വിശദമായി തന്നെ വാർത്ത നൽകുകയും ചെയ്തു. അതായത് SITയെ നിയന്ത്രിക്കുന്ന ഒരു നേതാവിനെ പറ്റി പറഞ്ഞു വരുന്നത് അതല്ല. അതിന്റെ വിശദാംശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രേക്ഷകരെ അറിയിക്കും. ഇപ്പോൾ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ SIT അന്വേഷണത്തിന് ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുന്നിൽ വരാൻ പോകുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. സർക്കാർ കോടതിയിലടക്കം SIT അന്വേഷണം വേണ്ട എന്ന് അഫിഡവിറ്റും അതിന്റെ റിപ്പോർട്ടുകളും ഒക്കെ തന്നെ നൽകിയിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് SIT അന്വേഷണത്തിന് ഒപ്പം തന്നെ ED അന്വേഷണവും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നടക്കും, അല്ലെങ്കിൽ നടക്കാനുള്ള ഏറ്റവും വലിയ സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത് ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇത്തരത്തിൽ SIT അന്വേഷണത്തെ മറികടക്കാൻ വേണ്ടി വന്നാൽ ED അന്വേഷണം അടക്കം ഈ ഒരു വിഷയത്തിൽ സ്വാഗതം ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ ഭക്തജനങ്ങൾ ചെയ്യുന്നത്. പക്ഷേ SIT അന്വേഷണം തന്നെ മതി എന്നുള്ള നിലപാടിലാണ് സർക്കാർ. മാത്രമല്ല VD സതീശനടക്കം പലരും പറഞ്ഞിരിക്കുന്നു കടകംപള്ളിയെ പൂട്ടാത്തത് എന്തുകൊണ്ട്. ഇത് ഒരു സംശയമായി തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ ED അന്വേഷണം വന്നു കഴിഞ്ഞാൽ സംഗതി ആകെ മാറും. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെയാണ് അന്വേഷിക്കേണ്ടത്. ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചത് KP ശങ്കർദാസിനെ അടക്കം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല, അതുപോലെ പത്മകുമാറിന്റെ മൊഴിയെടുത്താൽ മതിയോ, അയാളെയും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതല്ലേ തുടങ്ങിയ സംശയങ്ങൾ കോടതി കഴിഞ്ഞ ദിവസം തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ED അന്വേഷണം വരാനുള്ള സാധ്യത ഹൈക്കോടതി ഉത്തരവിൻ പ്രകാരം തീർച്ചയായിട്ടും ED അന്വേഷണം വരാനുള്ള സാധ്യത വളരെ അധികമുണ്ട് എന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അതോടുകൂടി സഖാക്കളും CPM നേതാക്കളും ചില ആളുകളും ഒക്കെ ചേർന്ന് SIT അന്വേഷണം ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചത് വെറുതെയാകും. ED അന്വേഷണം വന്നു കഴിഞ്ഞാൽ അതിനെ എന്തു വന്നാലും ഇവിടെ CPMകാർക്ക് ഹൈജാക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കേസ് നിലകൊള്ളുന്നത്. SIT അന്വേഷണത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് അന്വേഷണം മാറിയിരിക്കുന്നു. ഈ ഒരു അവസരത്തിലാണ് ED എത്തുന്നത്. അതുപോലെ കടകംപള്ളിയെ പൂട്ടിയേ പറ്റൂ എന്ന് ഇപ്പോൾ VD സതീശൻ വളരെ ശക്തമായിട്ട് ഇതിനു മുമ്പ് ഇത്രയും ശക്തമായി വാദിച്ച് കണ്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. ഈ വിഷയത്തിലൊക്കെ തന്നെ പ്രതികരിക്കാറുണ്ട്. പക്ഷേ കടകംപള്ളിയെ പൂട്ടാത്തത് എന്ത് എന്നുള്ള അദ്ദേഹത്തിന്റെ ന്യായമായ സംശയത്തിന് SITയോ അല്ലെങ്കിൽ SITയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോ കൃത്യമായി മറുപടി നൽകേണ്ടി വരും. അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ SITയും അതുപോലെ തന്നെ അതിലെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ പലതും മറച്ചു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ രീതിയിലല്ല അന്വേഷണം നടത്തുന്നത് എന്ന തോന്നൽ ഉണ്ടാകും. ED വരും എന്നുള്ള കാര്യം ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ED വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആടപടലം ചീകഞ്ഞ പുറത്തിലും. ഇവിടെ കളിച്ച കളിയൊന്നും നടക്കില്ല. ഇനി കളിക്കുന്ന കളിയും അതുപോലെ SITയെ ഹൈജാക്ക് ചെയ്യുന്ന കളിയും ഒന്നും നടക്കില്ല. ED അന്വേഷണം തീർച്ചയായിട്ടും ഹൈക്കോടതി അംഗീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ.